RSS സമന്വയ ബൈഠക്ക് ഇന്ന് സമാപിക്കും. വിവിധ ക്ഷേത്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് 300ഓളം പേരാണ് ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെക്കുറിച്ചും സ്വയം സേവകരുടെ ദുരിതാശ്വാസ സേവനങ്ങളെക്കുറിച്ചും യോഗാരംഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ സംഘടനാ പ്രതിനിധികൾ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് RSS സമന്വയ ബൈഠക്കിന് സമാപനം കുറിക്കുവാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് വിശദമായൊരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. അതുപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ഈ ഒരു സംഘടനയിൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഈ 3 ദിവസമായിട്ട് നടന്ന ബൈഠക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സമാപനം കുറിക്കുകയാണ്. നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിൽ നടക്കുന്നു എന്ന ചരിത്രം കൂടെ ഈ ഒരു സമന്വയ ബൈഠക്കിന് പറഞ്ഞിരിക്കുന്നു. 100ാം വാർഷികത്തിലേക്ക് RSS കടക്കുന്ന വേളയിലാണ് കേരളത്തിലെ ഈ സമന്വയ ബൈഠക്ക് നടത്തിയതും. ആരംഭിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സമന്വയ ബൈഠക്ക് ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടെയാണ് ബൈഠക്ക് സമാപിക്കുക. ഉച്ചയ്ക്ക് 12:45 ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ അംബേദ്കർ ആണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഏതായാലും 3 ദിവസത്തിൽ ചർച്ചയായ വിഷയങ്ങൾ അതെന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയായത്, വിവിധ ക്ഷേത്ര സംഘടനകളുമായി എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ 12:45 വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ട കാര്യകർത്താക്കൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഏതായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം 31 ആരംഭിച്ച ആ ഒരു സമന്വയ ബൈഠക്ക് അത് സർസംഘചാലകായ ഡോക്ടർ മോഹൻ ഭാഗവതിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ സർക്കാര്യവഹായ ദത്താത്രേയ ഹൊസബാള തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. നേരത്തെ രജനി പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ കാര്യകർത്താക്കൾ ഒരു 90ഓളം കാര്യകർത്താക്കൾ ഈ ബൈഠക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 230ഓളം വരുന്ന വിവിധ ക്ഷേത്ര സംഘടനകൾ, BJP, BMS തുടങ്ങിയ വിവിധ ക്ഷേത്ര സംഘടനകളിലെ കാര്യകർത്താക്കൾ, ദേശീയ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള കാര്യകർത്താക്കളുമാണ് ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ബൈഠക്കിൽ പങ്കെടുത്തത്. ഏതായാലും ഈ ബൈഠക്കിൽ ആദ്യ ദിവസം, അതായത് 31-ാം തീയതി 4 സെഷനുകളായിരുന്നു ഉണ്ടായത്. ആ 4 പ്പെട്ട കാര്യങ്ങൾ, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ, അവിടെ സ്വയംസേവകർ നടത്തിയ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ അവിടെ ഇത്തരത്തിൽ വയനാട്ടിലെ പുനരുദ്ധരണത്തിന് വേണ്ടിയിട്ടും അവിടെയുള്ള ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ആദ്യ ദിവസം ചർച്ചയായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന് ശേഷം പിന്നീട് പല സെഷനുകളായി ഓരോ സംഘടനകൾ അവരുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ ഈ പശ്ചിമ ബംഗാളിലെ വിഷയങ്ങളും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ വിഷയങ്ങളുമൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ചയ്ക്കെടുത്തിരുന്നു. സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഏത് തരത്തിലാണ് അതിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായത്, അത്തരം വിഷയങ്ങളിലൊക്കെ ഏതായാലും സംഘം ഔദ്യോഗികമായി തന്നെ 12:45 നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്നുള്ളതാണ്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ ഈ ബൈഠക്ക് ഏതായാലും വളരെ നിർണായകമാണ്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സമന്വയ ബൈഠക്ക് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശാഖകളുടെ എണ്ണം വലിയ രീതിയിൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. 2 പ്രാന്തമായി സംസ്ഥാനത്തെ തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബൈഠക്ക് നടക്കുന്നത് എന്നുള്ളതും, ഒപ്പം തന്നെ ഈ ബൈഠക്കിനോടനുബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഈ ബൈഠക്ക് നടക്കുന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ആ പ്രാധാന്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും വലിയ രീതിയിൽ നോക്കി കാണുന്നുണ്ട്. അവരെല്ലാം അതിനെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതായത് കഴിഞ്ഞ ദിവസം CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ ഈ RSSൻ്റെ ബൈഠക്ക് കേരളത്തിലോ പാലക്കാടോ വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേതായാലും വ്യക്തമാക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും, CPMും കോൺഗ്രസും പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ ബൈഠക്കിനെയും മറ്റും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും മറ്റ് പരിവാർ സംഘടനകളെയും സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള വർഷങ്ങളിലെ കാര്യക്രമങ്ങൾ, അതിൻ്റെ കൃത്യമായി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, സംഘം 100ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയുള്ള ഒരു വർഷ കാലയളവിലാണ് സംഘം ആ ഒരു 100ാം ജന്മദിനത്തിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് ശാഖകളുടെ എണ്ണം
വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമായും പഞ്ചപരിവർത്തൻ കാര്യക്രമത്തിനാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഊന്നൽ നൽകുന്നത്. ആ പഞ്ചപരിവർത്തൻ കാര്യക്രമം ഈ വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ എങ്ങനെ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ച ഏതായാലും ഈ ബൈഠക്കിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് 12:45 അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ബൈഠക്ക് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ബൈഠക്ക് സമാപിക്കുക. സൗമന്യ, ബൈഠക്ക് ഇന്ന് സമാപിക്കും. വിവിധ ക്ഷേത്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് 300ഓളം പേരാണ് ബൈഠക്കിൽ പങ്കെടുക്കുന്നത്.